കേറണുള്ളൂ. ഈ ആഴ്ച തീരെ കേറിയിട്ടില്ല. അഞ്ചും നാലും തുടങ്ങി. ആതിര മിസ്സിന്റെ ഒരു ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടല്ലോ. ലേബർ റൂം 12ാമത്തെ. പിന്നെ 5ാമത്തെ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അതിപ്പോ എടുത്ത് 4, 5, 12. 4 ബ്ലഡ് ബാങ്കോ? അതെ അതെ. ക്ലാസ്സിലില്ല. ബ്ലഡ് ബാങ്ക് ഏത് മിസ് എടുത്തത്? വന്ദന മിസ്. അതിന്റെ ബാലൻസ് ഇന്ന് പിന്നെ നമുക്ക് എടുക്കാൻ പോണത്. ഓക്കെ, ഞാൻ കൊറേ ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല, ഒരു ഐഡിയ ഇല്ല ഇതിനെ പറ്റിട്ട്. നമ്മൾ എക്സാമിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ സത്യത്തിൽ എനിക്കറിയില്ല. ബ്ലഡ് ബാങ്ക് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ബ്ലഡ് ബാങ്ക് ആണല്ലോ. മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? അതില വീണ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാറില്ലേ? ഞാൻ ഇടയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ ഞാൻ ഈ ക്ലാസ് ഗ്യാപ്പിൽ കേൾക്കും, പിന്നെ ഗ്യാപ്പ് കിട്ടുമ്പോ രാത്രിയിലൊക്കെ ഇരുന്ന് വായിക്കും. എന്താണ് ഭയങ്കര ഡിസ്കഷൻ ആണല്ലോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. എന്താണ് ഭയങ്കര ഡിസ്കഷൻ ആണല്ലോ, ഭയങ്കര സംശയങ്ങളൊക്കെയാണ് എല്ലാവർക്കും തെറ്റി. അതൊരു കുട്ടിക്ക് കയറാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ അതിൽ ക്ലാസ് ഏതൊക്കെ എടുത്തെന്ന് ചോദിച്ചതാ. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നിങ്ങള് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലെ? വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലേ നിങ്ങൾക്ക്? അതിനകത്ത് ഷെയർ ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് ഓൺ മ്യൂട്ട് കൊടുക്കാണേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മളിപ്പോ മൊഡ്യൂൾ 2 ചാപ്റ്റർ ആണ് കേട്ടോ എടുക്കുന്നത്. മൊഡ്യൂൾ 1 എനിക്ക് തന്ന ചാപ്റ്ററുകൾ ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി മൊഡ്യൂൾ 2 ഇനി എനിക്കുള്ള ചാപ്റ്റേഴ്സ് കിടക്കുന്നത്. അപ്പൊ അതിനകത്ത് ഞാൻ ആദ്യം എടുത്തത് ബ്ലഡ് ബാങ്ക് ആണ് കേട്ടോ. ഞാനൊരു കുറച്ച് എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ അവിടെ നിന്ന് കുറച്ച് കോംപ്ലക്സിലോട്ട് പോവാന്നുള്ള രീതിയിലാണ് കേട്ടോ. ഫാർമസി എനിക്ക് എടുക്കാനുണ്ട്, ലബോറട്ടറി എടുക്കാനുണ്ട്, പിന്നെ ഡയറ്ററി, പിന്നെ ഡയാലിസിസ്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, മെഡിക്കൽ ടെർമിനോളജി. ഇത്രയും ചാപ്റ്റേഴ്സുകളാണ് എനിക്ക് മൊഡ്യൂൾ 2 വരുന്നത് കേട്ടോ. ഓക്കെ, അതിനകത്ത് ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്റർ എടുത്ത് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ ബ്ലഡ് ബാങ്ക് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. അപ്പൊ ക്ലാസ് നോക്കട്ടെ, ശ്രദ്ധിക്കാം. ഓക്കെ ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നോക്കാം. ചാപ്റ്റർ നമ്പർ അതിന് 20 ആണ് കിടക്കുന്നത്. നിങ്ങളുടെ എത്രയാണെന്ന് നോക്കൂ കേട്ടോ. ബ്ലഡ് ബാങ്ക് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ. ദ ടേം ബ്ലഡ് ബാങ്ക് generally refers to a department of a hospital, usually within a clinical pathology laboratory, where the storage of blood product takes place and where pre-transfusion and blood compatibility testing is executed. അല്ലെ? നമ്മൾ കഴിഞ്ഞ ദിവസം ബ്ലഡ് ബാങ്ക് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ബ്ലഡ് ബാങ്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ്, ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നു, അതുപോലെ തന്നെ അവിടെ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നു. അത് മാത്രമാണോ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്? അല്ല. പിന്നെന്താണ്? ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട് അല്ലെ? അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ, യൂഷ്വലി വിത്തിൻ എ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി അല്ലെ? എന്താണ് പാത്തോളജി എന്ന് പറഞ്ഞാല്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കേട്ടോ. പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റഡി ഓഫ് വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ ശ്രുതി.
സ്റ്റഡി ഓഫ് ഡിസീസസ് അല്ലെ, പഠിച്ചു വെക്കണം കേട്ടോ. പാത്തോളജി എന്ന് കേട്ട് കഴിഞ്ഞാല് ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ, വായിക്കാൻ സൂചിപ്പി കറക്റ്റ് ആണ്. അതായത് സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് അല്ലെ, രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നമ്മള് പാത്തോളജി എന്ന് പറയുന്നത്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുമ്പോൾ രോഗങ്ങള്, രോഗകാരണങ്ങള്, രോഗലക്ഷണങ്ങള്, രോഗവാഹകര് എല്ലാം ഇടുവതിനടുത്ത് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് പാത്തോളജി എന്ന് പറയുന്നത്. അപ്പോ ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഭാഗമാണ്. എന്തുകൊണ്ട് പാത്തോളജി ലബോറട്ടറിയുടെ ഭാഗമാണെന്ന് പറയാൻ കാരണം നമുക്കറിയാം അല്ലെ, ലാബിനകത്ത് എന്താണ് ടെസ്റ്റുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെ, ബ്ലഡിന്റെ ടെസ്റ്റുകളൊക്കെ അവിടെ നടക്കുന്നില്ലേ. അതുപോലെ ബ്ലഡ് ബാങ്കും എന്താണ് ശരിക്കും ഒരു ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി ആണെന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം അവിടെ ഈ പറയുന്ന ബ്ലഡിനകത്തുള്ള ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും അവിടെയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഈസ് വിത്തിൻ എ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി. ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിക്ക് അകത്ത് അതിന്റെ ഭാഗമായിട്ടുള്ള ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. പിന്നെന്താണ്, where the storage of blood product takes place and where pre-transfusion and blood compatibility testing is executed. അല്ലെ, അവിടെ എന്താണ് സ്റ്റോറേജ് ഓഫ് ബ്ലഡ് പ്രോഡക്റ്റ്. ബ്ലഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലഡിന്റെ കമ്പോണൻസുകൾ എല്ലാം കമ്പോണന്റ് ആയിട്ടല്ലേ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ ബ്ലഡ് പ്രോഡക്റ്റുകളുടെ സ്റ്റോറേജ് നടക്കുന്നുണ്ട്. പിന്നെ എന്താണ്, രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് അവിടെ ഫെമിലിയർ ആണ്, അതിപ്പോ തന്നെ പഠിച്ചു വെക്കുന്നു കേട്ടോ. ഏതാണ്, പ്രീ ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. ട്രാൻസ്ഫ്യൂഷൻ അല്ലെ, പ്രീ ട്രാൻസ്ഫ്യൂഷൻ എന്താണ്, ബ്ലഡ് കമ്പാറ്റബിലിറ്റി എന്താണ്. അപ്പോ ആദ്യം തന്നെ നമുക്ക് പ്രീ ട്രാൻസ്ഫ്യൂഷൻ പഠിക്കുന്നതിനേക്കാൾ എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് ഈ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിക്കാം. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാല് സിമ്പിൾ ആണ്. എന്താണ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ ബ്ലഡ് കമ്പോണൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. എന്താണ് പറഞ്ഞത്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ ബ്ലഡ് കമ്പോണൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ അല്ലെ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ബ്ലഡ് കമ്പോണൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്, മനസ്സിലായോ? എന്താണ്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളെ നമ്മൾ എന്താ പറയാ, ഡോണർ എന്നാണ് പറയാ അല്ലെ, ദാതാവ് ഡോണർ എന്നാണ് പറയാ. ബ്ലഡ് സ്വീകരിക്കുന്ന ആളെ നമ്മൾ എന്താ പറയാ, റെസിപ്പിയന്റ് എന്നാണ് പറയാ അല്ലെ, റെസിപ്പിയന്റ് അഥവാ സ്വീകർത്താവ് എന്നാണ് പറയാം. കറക്റ്റ് ആണ് കേട്ടോ ശരി. ഡോണർ എന്നാണ് നമ്മൾ കൊടുക്കുന്ന വ്യക്തിനെ ഡോണർ എന്നും സ്വീകരിക്കുന്ന വ്യക്തിനെ നമ്മൾ സ്വീകർത്താവ് അഥവാ റെസിപ്പിയന്റ് എന്നാണ് പറയാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ ബ്ലഡ് കമ്പോണൻസ് ഫ്രം ഡോണർ ടു റെസിപ്പിയന്റ് എന്ന് പറഞ്ഞുകൂടെ നമുക്ക്. ഒരു ഡോണറിൽ നിന്നും റെസിപ്പിയന്റിലേക്ക്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്, പ്രീ ട്രാൻസ്ഫ്യൂഷൻ. പ്രീ എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫ്യൂഷന് മുമ്പാണ് അല്ലെ, ട്രാൻസ്ഫ്യൂഷന് മുമ്പാണ്. നമ്മൾ പ്രീ ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രിക്ക് മുമ്പല്ലേ. അതുപോലെ പ്രീ ട്രാൻസ്ഫ്യൂഷൻ എന്താ, ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട് നടത്തുന്ന ടെസ്റ്റുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട്. കാര്യം എന്താണ്, നമ്മളൊരാളുടെ ബ്ലഡ് പെട്ടെന്ന് നമ്മൾ ഒരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അല്ല, പിന്നെ എന്ത് വേണം, ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ആ മരുന്ന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ആ ബ്ലഡിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ മറ്റെന്തെങ്കിലും പാത്തോജൻസോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഒരാളുടെ ബ്ലഡ് മറ്റൊരാളിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല അല്ലെ. അത്തരത്തില് പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും അവിടെ നടത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിനകത്ത്. പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും. ക്ലിയർ ആയോ പറഞ്ഞത്? പിന്നെന്താണ് പറയുന്നത്, ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ്. അതായത് ബ്ലഡ് കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അനുയോജ്യത, സ്യൂട്ടബിലിറ്റി എന്നൊക്കെ പറയാം കേട്ടോ. അനുയോജ്യത. ബ്ലഡ് കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, രക്ത അനുയോജ്യത പരിശോധനകളും നടത്തുന്നുണ്ട്. രക്ത അനുയോജ്യത പരിശോധന എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കറക്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയിട്ട് വേണം എല്ലാവർക്കും എല്ലാ ബ്ലഡും കൊടുക്കാനും എല്ലാവർക്കും എല്ലാ ബ്ലഡ് ഗ്രൂപ്പും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. കറക്റ്റ് മാച്ച് ചെയ്യുന്ന ബ്ലഡ് ഗ്രൂപ്പുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന പോലെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു എന്താ പറയുക, രക്ത അനുയോജ്യത പരിശോധനകളും അവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? മിസ്മാച്ച് ആയാൽ എന്ത് സംഭവിക്കും, കറക്റ്റ് മാച്ച് നമ്മൾ മാച്ച് ചെയ്ത് നോക്കണം. മാച്ച് ചെയ്യുന്ന ബ്ലഡുകൾ മാത്രമേ നമുക്ക്
കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഏതെങ്കിലും കാര്യത്തിൽ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ ആ ഗ്ലൂട്ടിനേഷൻ പോലെയുള്ള ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുക, ആളുകളുടെ മരണത്തിന് വരെ അത് കാരണമാകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും കമ്പാറ്റബിലിറ്റി, അതായത് രക്ത അനുയോജ്യത പരിശോധനകളും ഇവിടെ നടക്കുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്ര എഴുതി വെച്ചത്. അപ്പൊ വെറും ഒരു ബ്ലഡ് കളക്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന ഒരു സ്ഥലം മാത്രമല്ല ബ്ലഡ് ബാങ്ക്. പിന്നെ എന്താണ്, ഇത്തരത്തിലുള്ള പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളൊക്കെ നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. The term blood bank is generally refers to a department of a hospital, usually within a clinical pathology laboratory, where the storage of blood product takes place and where pre-transfusion and blood compatibility testing is executed. Okay, clear ആണല്ലോ? ഇത് നോക്കിക്കേ, blood banking involves task related to blood collection, processing, testing, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ. ബ്ലഡ് ബാങ്കിനകത്ത് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നത്? ബ്ലഡ് കളക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ, ബ്ലഡിനെ കളക്ട് ചെയ്യുന്നുണ്ട്. പ്രോസസിങ് അല്ലെ, പ്രോസസിങ് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മള് ബ്ലഡ് ഹോൾ ബ്ലഡ് ആയിട്ട് ബ്ലഡ് ബാങ്കിലോട്ട് വരുന്നു, അതിന് നമ്മൾ എന്താണ് പല പല പ്രോസസിങ്ങിലൂടെ, ശരിക്കും പറഞ്ഞ സംസ്കരണം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, ഒത്തിരി പ്രോസസിങ്ങിന് വിധേയമായിട്ടാണ് നമ്മൾ അതിനെ പല പല കമ്പോണന്റുകളാക്കി മാറ്റുന്നതും എല്ലാം നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഹോൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നു, നമുക്കറിയാം നമ്മുടെ ബ്ലഡിൽ ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാങ്കിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓരോ പ്രോസസ്സുകളാണ് അല്ലെ. അതുപോലെ നമ്മൾ ബ്ലഡിനെ പല പല കമ്പോണന്റുകളാക്കി മാറ്റാനായിട്ട് ഒത്തിരിയേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിച്ച് പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ പല പല കമ്പോണന്റുകളായിട്ട് അതിനെ എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത്. അത്തരത്തിലുള്ള പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്, ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. സെപ്പറേഷൻ എന്താണ്? ഹോൾ ബ്ലഡിനെ നമ്മൾ RBC, WBC, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് അങ്ങനെ ഡിഫറെന്റ് കമ്പോണന്റുകളായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ആൻഡ് സ്റ്റോറേജ്, നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കേ, WHO developed a global approach blood safety to curtail the burden of diseases due to the unsafe blood transfusion. അതാണ് WHO ആരാണ്? അതിന് WHO നമ്മൾ പഠിച്ചതാണല്ലേ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ. അത് തന്നെ വേൾഡ് ഹെൽത്ത്, കറക്റ്റ് ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാവർക്കും അറിയാം കേട്ടോ, അതാണ് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിലെന്താണ് പറയുന്നത്? ഈ പറയുന്ന ബ്ലഡ് സേഫ്റ്റി അല്ലെ, ആ ഒരു ബ്ലഡ് സേഫ്റ്റി ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ നടത്തുമ്പോൾ ആ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് സേഫ്റ്റിക്കായിട്ടൊരു ആഗോള സമീപനം തന്നെ ആദ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നാ പറയുന്നത്? ടു കർട്ടെയിൽ ദ ബർഡൻ ഓഫ് ഡിസീസസ് ഡ്യൂ ടു ദ അൺസേഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. കർട്ടെയിൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? കർട്ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറയ്ക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ, റിഡ്യൂസ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ കർട്ടെയിൽ ദ ബർഡൻ ഓഫ് ഡിസീസസ് ഡ്യൂ ടു ദ അൺസേഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് സുരക്ഷിതമല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ആഗോള സമീപനം ആരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്? നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിന് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾസും പോളിസികളും ഉണ്ട്. അതിന് വിധേയമായിക്കൊണ്ടാണ് ട്രാൻസ്ഫ്യൂഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ കൊടുക്കുന്ന ബ്ലഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ സ്വീകരിക്കുന്ന വ്യക്തിയിലേക്ക് വരും. അവിടെ നമ്മോട് ഒരുപാട് ഡിസീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവാനായിട്ട് കാരണമാകും. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് അതൊക്കെ വലിയ എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ കോംപ്ലിക്കേഷൻ ആണ് അതൊക്കെ. അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കാൻ ഒരു ബ്ലഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ആഗോള സമീപനം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. An average person carries almost 5 liters of blood. നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തില് എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടാവും? 5 ലിറ്റർ ബ്ലഡ് ഉണ്ടാവും. ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ, ഓപ്ഷനകത്ത് 5, 6, 8, 10 എന്നൊക്കെ പറഞ്ഞു തരും. എന്താണ് ഓപ്ഷൻ ഏതാ? കറക്റ്റ് ആൻസർ ഏതാ? 5 ലിറ്റർ ആണ് കേട്ടോ. അപ്പൊ ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തില് 5 ലിറ്റർ ബ്ലഡ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഇറ്റ് സർക്കുലേറ്റ്സ് ദ ബോഡി ത്രൂ blood vessels and is pumped through the heart. അല്ലെ,
അപ്പൊ നമ്മുടെ രക്തപര്യന വ്യവസ്ഥയെ പറ്റിയാണ് പറയുന്നത് അല്ലെ, നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തെ പറ്റിയാണ് പറയുന്നത്. ഈ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഒഴുകുന്നത്? ബ്ലഡ് വെസലുകളിലൂടെ ഒഴുകുന്നു അല്ലെ. നമ്മുടെ പമ്പിംഗ് ഓർഗൻ ആരാണ്? ഹാർട്ടാണ് അല്ലെ. നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങളാണ് ഈ പറഞ്ഞത് അല്ലെ. ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽ ഉണ്ട്, ഹാർട്ട്. ഇത് മൂന്നും അടങ്ങുന്നതാണ് ഇത് നമ്മുടെ രക്തപര്യന വ്യവസ്ഥ, നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം. ബ്ലഡ് കൃത്യമായിട്ട് ബ്ലഡ് വെസലുകളിലൂടെ പാസ് ചെയ്യുന്നു. പമ്പിംഗ് ഓർഗൻ എന്ന് പറയുന്നത് ആരാണ്? ഹാർട്ടാണ്. ഓക്കെ, ഇതിനകത്ത് പഠിക്കാനുള്ള കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ബ്ലഡ് ബാങ്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കാം. ഈ പറയുന്ന ഒരുപാട് ടെസ്റ്റുകളും മറ്റൊക്കെ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും കൂടിയാണ് ബ്ലഡ് ബാങ്ക്. പിന്നെ ഒരു ആവറേജ് ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തില് 5 ലിറ്റർ ബ്ലഡ് ഉണ്ട്. ഈ 2 പോയിന്റുകൾ മാത്രം അവിടെ നിന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. What are the main functions? What are the main functions? നമ്മൾ ഇനി പഠിക്കുന്നത് ഫങ്ഷൻസ് ഓഫ് ദ ബ്ലഡ് ബാങ്ക് ആണ് കേട്ടോ. ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ്? ഓക്കെ, പിന്നെ അതൊരു 7ഓളം പോയിന്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാന്നറിയോ? താഴെ തന്നിരിക്കുന്നവയില് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നൊക്കെ പറഞ്ഞെടുത്ത് ചോദിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ പോയിന്റുകളും മനസ്സിലാക്കി വെക്കാം കേട്ടോ. നോക്കാം. ദ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആണ്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ദ ബ്ലഡ് കമ്പോണൻസ്. അതാണ് സ്വിഫ്റ്റ് റെസ്പോൺസ് ടു ദ അർജന്റ് റിക്വസ്റ്റ് ഫോർ ദ ബ്ലഡ് കമ്പോണൻസ്. എന്താണ്? അതായത് അടിയന്തര സാഹചര്യങ്ങളില് എമർജൻസി സിറ്റുവേഷൻസില് ബ്ലഡ് കമ്പോണൻസിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. മനസ്സിലായോ? അതായത് അടിയന്തര സാഹചര്യത്തില് ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസില് വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക അല്ലെ, പെട്ടെന്ന് തന്നെ അവർക്ക് റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. സ്വിഫ്റ്റ് റെസ്പോൺസ്, നിങ്ങൾ ജസ്റ്റ് പോയിന്റ് മാത്രം ഓർത്താൽ മതി. സ്വിഫ്റ്റ് റെസ്പോൺസ് അപ്പൊ തന്നെ നിങ്ങൾക്ക് ബാക്കി ചിന്തിക്കാൻ പറ്റും അല്ലെ. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. നമുക്കറിയാം ബ്ലഡ് ബാങ്കിലേക്ക് ഒരു ബ്ലഡിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ അത്രയും എമർജൻസി സിറ്റുവേഷനിലായിരിക്കും വരുന്നത്. ചിലപ്പോൾ പെട്ടെന്നൊക്കെ വരുന്ന സിറ്റുവേഷനിൽ ബ്ലഡ് ആക്സിഡന്റ് കേസോ മേജർ ആക്സിഡന്റ് കേസോ ഒക്കെ വന്ന് വല്ല ബ്ലഡ് ലോസ് ഒക്കെ വരുന്ന സിറ്റുവേഷനിലായിരിക്കും എമർജൻസി ആയിട്ട് ആളുകൾ ചിലപ്പോൾ ബ്ലഡ് ബാങ്കിനകത്തേക്ക് വരുന്നത്. ആ സമയത്ത് അവര് വന്ന് ചോദിക്കുമ്പോൾ അത് 2 ദിവസം കഴിഞ്ഞിട്ട് വരും അല്ലെങ്കിൽ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് വരും, നമുക്ക് നോക്കാം, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ? അല്ല. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ എന്നത് ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ക്ലിയർ? അതാണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. വാലിഡേറ്റിംഗ് pre-transfusion samples and request to reserve the blood and blood product. Validating pre-transfusion sample. വാലിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ചെക്ക് ചെയ്യുക അല്ലെ, കൃത്യമായിട്ട് പരിശോധിക്കുക എന്നർത്ഥമാണ്. വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ അല്ലെ, ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ടുള്ള എല്ലാ സാമ്പിളുകളും കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. എന്തിനാ ചെക്ക് ചെയ്യുന്നത്? അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻസോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അറിയണം. അതുപോലെ നമ്മള് ഈ പറയുന്ന ബ്ലഡ് ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ. ട്രാൻസ്ഫ്യൂഷന് മുമ്പ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ചെക്കിങ്ങിന് ശേഷം മാത്രമേ നമ്മളൊരു മറ്റൊരാളിലേക്ക് ആ ഒരു ബ്ലഡ് എന്ത് ചെയ്യുള്ളൂ? ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അത്തരത്തില് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക. പിന്നെ എന്താണ്? ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. ആവശ്യാനുസരണം ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റുകളും ഒക്കെ റിസർവ് ചെയ്യുക അല്ലെ, സ്റ്റോർ ചെയ്ത് വെക്കുക, സൂക്ഷിക്കുക എന്നതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. ഓക്കെ, എളുപ്പമാണല്ലോ അത്. വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. തേർഡ് പോയിന്റ് എന്താണ് പറയുന്നത്? ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് ദ പേഷ്യന്റ്. ഇതാണ് ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. അതായത് ഈ പറയുന്ന ഡോണറിനും അതുപോലെ തന്നെ പേഷ്യന്റ് ആണ് ആര്? റെസിപ്പിയന്റ്, സ്വീകർത്താവല്ലേ. ബ്ലഡ് സ്വീകരിക്കുന്ന വ്യക്തി എന്തെങ്കിലും രോഗാവസ്ഥ കൊണ്ടാണ് സ്വീകരിക്കുന്നത്. സോ അദ്ദേഹം ആയിരിക്കും പേഷ്യന്റ്. ഈ പറയുന്ന ഡോണറിനും പേഷ്യന്റിനും ഇടയിലുള്ള ഈ പ്രതിരോധപരമായിട്ടുള്ള ഒരു അനുയോജ്യത എന്താണ്? ചെക്ക് ചെയ്യുക, അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത്
കാര്യം നമ്മളൊരു ഡോണറിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് കമ്പാറ്റബിലിറ്റി എല്ലാം നോക്കും. ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ ഓക്കെ ആണ്, അത് മാച്ച് ചെയ്തതിന് ശേഷമൊക്കെ മാത്രമേ നമ്മൾ ബ്ലഡ് കൊടുക്കുകയുള്ളൂ. എങ്കിൽ കൂടിയും ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പൊ ഞാനൊരാൾക്ക് ബ്ലഡ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ വേറൊരാളിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കുകയാണെന്ന് ഇരിക്കട്ടെ, ഞാൻ സ്വീകർത്താവ് പേഷ്യന്റ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഞാൻ വേറൊരു വ്യക്തിയിൽ നിന്ന് ഞാൻ ബ്ലഡ് സ്വീകരിക്കുകയാണ്. പക്ഷെ എന്റെ ബോഡിയെ സംബന്ധിച്ച് കാര്യം ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ സിമിലർ ആണ്, ഓക്കെ ആണ്. പക്ഷെ എങ്കിൽ കൂടിയും ആ വരുന്ന ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്റെ ബോഡിയെ സംബന്ധിച്ചത് എന്താണ്? ഫോറിൻ ബ്ലഡ് ആണ് എന്റെ ബോഡിയെ സംബന്ധിച്ച്. കാര്യം എന്റേതല്ലാത്തൊരു ബ്ലഡ് ആണ് ഞാൻ സ്വീകരിക്കുന്നത്. ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ മാച്ച് ആണ്, ഓക്കെ ആണ്. പക്ഷെ എങ്കിൽ കൂടിയും എന്റെ ശരീരത്തിന്റെ ഭാഗമല്ലാത്ത ബ്ലഡ് ആണ് ഞാൻ സ്വീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് എന്റെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ ചെറിയ ചില റിയാക്ഷൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മൈൽഡ് ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്, വളരെ ചെറിയ റിയാക്ഷൻസുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് വേണം? എന്റെ പ്രതിരോധപരം, എന്റെ ഒരു ഇമ്മ്യൂണോളജി അല്ല, എന്റെ ഒരു ഇമ്മ്യൂണിറ്റിയും ഞാൻ വാങ്ങുന്ന വ്യക്തിയുടെ ഒരു ഇമ്മ്യൂണിറ്റിയും ഏകദേശം സിമിലർ ആണെങ്കിൽ, ഏകദേശം ഒരുപോലെയാണെങ്കിൽ ആ ഒരു ബ്ലഡ് സ്വീകരിക്കുമ്പോൾ വരുന്ന ചില കുഞ്ഞു കുഞ്ഞു റിയാക്ഷൻസ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് അവർ പറയുന്നത്. പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത, അതായത് ഈ ഡോണറിനും പേഷ്യന്റിനും ഇടയിൽ അവരുടെ ആ ഒരു ഇമ്മ്യൂണിറ്റിയിലുള്ള ആ ഒരു എന്താ പറയുക സ്യൂട്ടബിലിറ്റി, ആ ഒരു സിമിലാരിറ്റി കുറച്ച് ഏകദേശം സിമിലർ ആണെങ്കിൽ അത് നല്ലതായിരിക്കും. കാര്യം ബ്ലഡ് സ്വീകരിക്കുമ്പോൾ വരുന്ന ചെറിയ ചില റിയാക്ഷൻസിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് അവർക്കും സാധിക്കും. രണ്ടുപേരുടെ ആ ഒരു പ്രതിരോധം ഏകദേശം സിമിലർ ആണെങ്കിൽ അത് എളുപ്പം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി. ഇമ്മ്യൂണോളജിക്കൽ എന്ന് വെച്ചാൽ പ്രതിരോധപരമായിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഡോണറിനും പേഷ്യന്റിനും ഇടയിലുള്ള ഒരു പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അതാരുടെ ഫംഗ്ഷൻ ആണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? പോയിന്റ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. അടുത്തത് നെക്സ്റ്റ് പറഞ്ഞതാണ് ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ദ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. അതായത് ഓരോ ക്ലിനിക്കൽ കണ്ടീഷൻസിനും അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. എന്താണ്? ഓരോ ക്ലിനിക്കൽ കണ്ടീഷനും അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസുകൾ ചൂസ് ചെയ്യുക, തെരഞ്ഞെടുക്കുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടക്കത്തിൽ പറഞ്ഞത്. എല്ലാവർക്കും എല്ലാ കമ്പോണന്റും ആവശ്യമുണ്ടോ? ഇല്ല. ഓരോരുത്തരുടെ ക്ലിനിക്കൽ കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ചുള്ള കമ്പോണന്റ് അവർക്ക് കൊടുത്താൽ മതി. അനീമിക്കായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് RBCയുടെ ആവശ്യമാണുള്ളത്, അവർക്ക് RBC കമ്പോണന്റ് മാത്രം കൊടുത്താൽ മതി. അതേസമയം ഒരു ലിവർ ഡിസീസ് വന്നിട്ടുള്ള ഒരാളെന്ന് വിചാരിക്കുക, അയാളുടെ ക്ലിനിക്കൽ കണ്ടീഷൻ അങ്ങനെയാണ്. സോ അയാൾക്ക് ഒരു പ്ലാസ്മ കമ്പോണന്റിന്റെ ആവശ്യമായിരിക്കും അയാൾക്ക് വരാം. ആ ഒരു കമ്പോണന്റ് മാത്രം കൊടുത്താൽ മതി. മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞ ഓരോരുത്തരുടെ ക്ലിനിക്കൽ കണ്ടീഷൻസിന് അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസുകൾ ചൂസ് ചെയ്യുക, തെരഞ്ഞെടുക്കുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ക്ലിയർ ആണല്ലോ? അതാണ് കേട്ടോ പോയിന്റ്. അടുത്തത് നോക്കിക്കേ, കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. അതായത് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് കമ്പോണൻസുകൾ കൈകാര്യം ചെയ്യുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും വളരെയധികം കെയർഫുൾ ആയിട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ ബ്ലഡ് കമ്പോണൻസുകൾ അത് തന്നെ കറക്റ്റ് ആണ് ജാഗ്രത പാലിക്കുക അല്ലെ. നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് ബ്ലഡ് കമ്പോണൻസുകൾ കൈകാര്യം ചെയ്യുമ്പോഴും അത് വിതരണം ചെയ്യുമ്പോഴും എന്താണ് ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യുക, ഏറ്റവും കെയർഫുൾ ആയിട്ട് ചെയ്യുക, ജാഗ്രത പാലിക്കുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ് കേട്ടോ. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ബ്ലഡ് ബാങ്കിനകത്തുള്ള ബ്ലഡ് കമ്പോണൻസിന്റെ സ്റ്റോക്കുകൾ ഒക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. ഏതെങ്കിലും കമ്പോണന്റുകൾ ഷോർട്ടേജ് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് റീഫിൽ ചെയ്യാനുള്ള നടപടിക്രമങ്ങളൊക്കെ എടുക്കണം അല്ലെ. കാര്യം എപ്പോ വേണമെങ്കിലും എന്ത് ആവശ്യങ്ങളും വരാം അല്ലെ. എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയാ കമ്പോണന്റിന്റെ ഷോർട്ടേജ് ഇല്ലെങ്കിൽ അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ കൃത്യമായിട്ട് എല്ലാ കമ്പോണന്റുകളുടെയും ബ്ലഡ് ആയിക്കോട്ടെ, ബ്ലഡിന്റെ പ്രോഡക്റ്റുകൾ ആയിക്കോട്ടെ, അതിന്റെ എല്ലാത്തിന്റെ സ്റ്റോക്ക് കറക്റ്റ് ആയിട്ട് ബ്ലഡ് ബാങ്കിനകത്ത് മാനേജ് ചെയ്യുക എന്നുള്ളതും ഇവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ് കേട്ടോ. പിന്നെ
അടുത്തത് എന്താണ്? കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് കേട്ടോ. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻസ് നിലനിർത്തുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെ. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഈ ബ്ലഡ് ഡൊണേഷൻ ക്ലബുകളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ബ്ലഡ് ഡൊണേഷൻ ക്ലബുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും അല്ലെ, യൂത്തിന്റെ അല്ലെ, അവരുടെയൊക്കെ ഒരു ക്ലബുകൾ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ചാരിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് ബ്ലഡ് ഡൊണേഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കുറെ സംഘടനകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം സംഘടനകളിന് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് അതന്നെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചെറിയ എന്താ പറയാ ചെറുപ്പക്കാരുടെ ഒക്കെ ഒരു കൂട്ടായ്മകളൊക്കെ ഉണ്ടായിരിക്കില്ലേ, ബ്ലഡ് ഡൊണേഷന്റെ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള ക്ലബുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് അവരൊക്കെ ആയിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവുക എന്നതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അങ്ങനെ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ബ്ലഡ് ബാങ്കിനകത്ത് ഇപ്പൊ ഏതെങ്കിലും ബ്ലഡ് കമ്പോണൻസിന്റെ ഷോർട്ടേജ് വരും അല്ലെ. ഇപ്പൊ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എന്തെങ്കിലും കമ്പോണന്റുകൾ ഷോർട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം കമ്പോണന്റുകൾ കിട്ടാനും കൂടുതൽ നമുക്ക് ചാൻസുകൾ ഉണ്ട് അല്ലെ. എന്തെങ്കിലും ഒരു ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുകളൊക്കെ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതാണ് പറയുന്നത് നല്ലൊരു റിലേഷൻഷിപ്പ് അതുമായിട്ട് കീപ്പ് ചെയ്യുന്ന വെച്ചാൽ ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ മാത്രം പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ സേവനങ്ങൾ അവരുടെ ചില ആവശ്യകതകൾ പുറത്തും നിന്നും കൂടെ അവർക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുള്ള ഫംഗ്ഷൻസ് മനസ്സിലാക്കാം. എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, ഈ പറയുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ബ്ലഡ് കമ്പോണന്റ് ആവശ്യം വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക, സ്വിഫ്റ്റ് റെസ്പോൺസ് അത് അവരുടെ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ വാലിഡേറ്റ് ഫ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസുകൾ വാലിഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യാനുസരണം ബ്ലഡ് കമ്പോണന്റുകൾ റിസർവ് ചെയ്യുക ഫംഗ്ഷനാണ് അവരുടെ. പിന്നെ എന്താണ്? ഡോണറിനും പേഷ്യന്റിനും ഇടയിലുള്ള ഒരു രോഗപ്രതിരോധപരമായിട്ടുള്ള അനുഭൂതിക ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ ഓരോ ക്ലിനിക്കൽ കണ്ടീഷൻസിനും അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസുകൾ തെരഞ്ഞെടുക്കുക. പിന്നെ എന്താണ്? ബ്ലഡ് കമ്പോണന്റുകൾ കൈകാര്യം ചെയ്യുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും എത്രയും നല്ലൊരു ജാഗ്രത പുലർത്തുക അല്ലെ. ഏറ്റവും നല്ല വളരെ സേഫ് ആയിട്ട് അവര് അത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിനകത്തുള്ള ബ്ലഡിന്റെ മറ്റുള്ള ബ്ലഡ് പ്രോഡക്റ്റുകളൊക്കെ സ്റ്റോക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. എന്നുവെച്ചാൽ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ശരി, ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാം ലൊക്കേഷൻ. നേരത്തെ നമ്മൾ പഠിക്കുന്ന ലൊക്കേഷൻ ആണ് കേട്ടോ. ഇതിനൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയാണ്? ഈ ലൊക്കേഷൻ സംബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കാം നമുക്ക്. ഫസ്റ്റ് പോയിന്റിനാണ് ഇമ്പോർട്ടന്റ് ആണ്, അതിലായി ചെയ്തിരിക്കുക കേട്ടോ. Typically should be situated on the ground floor. അതാണ് ഗ്രൗണ്ട് ഫ്ലോർ കേട്ടോ. അപ്പൊ ഒരു ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ദ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ്. നമ്മൾ കയറി ചെയ്തിരുന്ന ഫ്ലോർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഒരു ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം എവിടെയായിരിക്കണം? ഒരു ഹോസ്പിറ്റലിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുന്നത് ഒരു മെഷർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നിങ്ങൾ ഫാർമസി പഠിക്കും, ലാബ് പഠിക്കും, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പഠിക്കും, അതിന്റെയൊക്കെ ലൊക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ചിലത് ഗ്രൗണ്ട് ഉണ്ട്, ചിലത് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ ബ്ലഡ് ബാങ്കിന്റെ ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ. പിന്നെ എന്താണ്? ഈസി വിസിബിലിറ്റി അറിയാലോ. ബ്ലഡ് ബാങ്ക് ഇപ്പോഴും എങ്ങനെയായിരിക്കണം? ഈസി വിസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലായിരിക്കണം അല്ലെ. കാര്യം എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ബ്ലഡ് ബാങ്കിനകത്തേക്ക് വരുന്ന അവസരങ്ങൾ എന്ന് പറയുന്ന എമർജൻസി സിറ്റുവേഷൻ ആയിരിക്കും അല്ലെ. അവിടെ ഓരോ സെക്കൻഡും ഒരു മനുഷ്യന്റെ ജീവന്റെ കാര്യമാണ്. അവിടെ ഓരോ സെക്കൻഡ് വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ബ്ലഡ് ബാങ്ക് അന്വേഷിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ട് പാടില്ല അല്ലെ. എപ്പോഴും എല്ലാവർക്കും എല്ലാ ആളുകൾക്കും ഒരുപോലെ വിസിബിൾ ആകുന്ന ഒരു സ്ഥലത്തായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. കാര്യം ആശുപത്രിയിലുള്ള ആളുകൾ മാത്രമല്ല അവിടേക്ക് വരുന്നത്, ആശുപത്രിക്ക് പുറത്തുള്ള ആളുകളും ബ്ലഡ് ബാങ്കിലോട്ട് വരാം. അവര് വരുമ്പോൾ അവരിങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഈസി വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ. ഓക്കെ, ഇതാണ് ഈസി വിസിബിലിറ്റി.
മൂന്നാമത്തെ പോയിന്റ്, ഇൻ നിയർ പ്രോക്സിമിറ്റി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, OT കോംപ്ലക്സ്, ഹോസ്പിറ്റൽസ്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഈ നിയർ പ്രോക്സിമിറ്റി? പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സമീപത്തായിട്ട് കേട്ടോ, സാമീപ്യം, സമീപത്ത്. അത് തന്നെ മനസ്സിലായി, കറക്റ്റ് ആണ് കേട്ടോ, സാമീപ്യം, സമീപത്തായിട്ട്. എന്തിന്റെയൊക്കെ സമീപത്തായിട്ട് വേണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നമ്മൾ പഠിച്ചതാണ് അല്ലെ, കാഷ്വാലിറ്റി, അത്യാഹിത വിഭാഗം, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ OT, അതെ, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, മറ്റുള്ള ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകള്. കറക്റ്റ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ കറക്റ്റ് ആണ് കേട്ടോ, വിജയ്. OT, അതെ, ഓപ്പറേഷൻ തിയേറ്റർ കേട്ടോ. ഇതിന്റെയൊക്കെ സമീപത്തായിട്ടായിരിക്കണം എന്തിന്റെ ലൊക്കേഷൻ? ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ. കാര്യം എന്താണ്? നമുക്കറിയാം അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്നായിരിക്കും ആവശ്യങ്ങൾ വരുന്നത്. അതുപോലെ ഓപ്പറേഷൻ മിക്കവാറും എല്ലാ മേജർ സർജറികൾക്കും നമ്മൾ സർജറിക്ക് മുൻപായിട്ട് തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കി നമ്മൾ എന്ത് ചെയ്ത് വെക്കും? റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം വരുന്നില്ല, ആ സമയത്ത് ആവശ്യം വരും. അതുപോലെ ഹോസ്പിറ്റലിൽ മറ്റ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതിന്റെയൊക്കെ അടുത്തായിട്ടായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ പൊസിഷൻ. അടുത്ത പോയിന്റ് ഇതാണ്, ഇറ്റ് വിൽ ഹാവ് distinct entry and exit with wide corridors and waiting space in curtail traffic congestion. അല്ലെ, അതായത് it will have a distinct entry and exit, സെപ്പറേറ്റ് ആയിട്ട് തന്നെ എൻട്രിയും എക്സിറ്റും എന്തിനുണ്ടായിരിക്കണം? ബ്ലഡ് ബാങ്കിന് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ വിത്ത് വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ് അല്ലെ, അത്യാവശ്യം വിശാലമായിട്ടുള്ള നാളുകള്, അതുപോലെ തന്നെ ആളുകൾക്കുള്ള വെയിറ്റിംഗ് സ്പേസ് ഇതൊക്കെ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ കർട്ടയിൽ ട്രാഫിക് കൺജഷൻ. കർട്ടയിന്റെ വീട്ടിൽ വന്ന വാക്ക് കേട്ടോ. അതായത് ട്രാഫിക്, അത് തന്നെ, അതാണ് കറക്റ്റ് ആണ് കേട്ടോ, മനസ്സിലാ. അതായത് ട്രാഫിക് കൺജഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ബ്ലഡ് എല്ലാ എന്താ പറയാ, വാഹനങ്ങളും ആളുകളും എല്ലാം തന്നെ ഒരേ വഴിയിലൂടെ പോകുക, ഒരേ വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവിടെ ട്രാഫിക് കൺജഷനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് എമർജൻസി സിറ്റുവേഷനിലായിരിക്കും വാഹനങ്ങളും ആളുകളും ഒക്കെ വരുന്നത്. അപ്പൊ അവർക്ക് വരാനും അതുപോലെ തിരിച്ചു പോകാനുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രി എക്സിറ്റും ഒക്കെ ഉണ്ടായിരിക്കണം. അത്രയും എമർജൻസി വരുന്ന കേസുകളിലാണ് നമ്മൾ ബ്ലഡ് ബാങ്കിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഇടനാഴികളും പിന്നെ ആളുകൾക്കാണെങ്കിലും വാഹനങ്ങൾക്കായാലും ഒരു വെയിറ്റിംഗ് സ്പേസുകളൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് ഇതാണ്, ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് though with the minimum public entry so that there is no interference the work of the lab technicians. അല്ലെ, അപ്പൊ it must be spacious. അത്യാവശ്യം എന്തായിരിക്കണം? സ്പേഷ്യസ് ആയിരിക്കണം. എന്ന് പറയുമ്പോൾ അത്യാവശ്യം അത് സ്പേഷ്യസ് ആയിരിക്കണം എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു വിശാലമായിരിക്കണം, സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. എങ്കിലും എന്താണ് അവർ പറയുന്നത്? ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. പക്ഷെ എന്താണ്? പബ്ലിക് എൻട്രി എപ്പോഴും കുറവാകാനേ പാടുള്ളൂ കേട്ടോ. അതായത് പിന്നെ കുറെ സ്ഥലം വിശാലമായിട്ട് കിടക്കുന്നുണ്ട്, എല്ലാവർക്കും കൂടെ കട്ടകുത്തി അത് കയറാം, അങ്ങനെയല്ല. വിശാലമായിരിക്കണം, പക്ഷെ എന്താണ്? വളരെ കുറഞ്ഞ പബ്ലിക് എൻട്രി, വളരെ മിനിമം ആയിരിക്കണം. കാര്യം എന്താണ്? എങ്കിൽ മാത്രമാണ് ലാബ് ടെക്നീഷ്യന്മാർക്ക് അവരുടെ വർക്ക് യാതൊരുവിധ ഇന്റർഫറൻസും ഇല്ലാതെ നല്ല രീതിയിൽ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെ, ചില സ്ഥലങ്ങളിൽ നിന്ന് പബ്ലിക്കിന്റെ ആ ഒരു എൻട്രി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അവരുടെ വർക്കിന് അത് കൂടുതൽ ഇന്റർഫിയർ ചെയ്യും. പ്രത്യേകിച്ച് അത്രയും എന്താണ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും അത്രയും കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ലാബിനകത്ത് നടക്കുന്നത്. അപ്പൊ അവിടേക്ക് ആളുകൾ വന്ന് കയറി പോയിക്കൊണ്ടിരിക്കുമ്പോ ലാബ് ടെക്നീഷ്യന്മാരുടെ ജോലികൾക്ക് അത് തടസ്സം വരുന്നു. അതുകൊണ്ട് തന്നെ സ്പേഷ്യസ് ആണെങ്കിൽ കൂടിയും അവിടെ പബ്ലിക് എൻട്രി ഇപ്പോൾ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് യാതൊരു ഇന്റർഫറൻസും ഇല്ലാത്ത രീതിയിൽ ലാബ് ടെക്നീഷ്യന്മാർക്ക് നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും നമ്മൾ പറഞ്ഞത് ആ ഒരു ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ്, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, ഈസി വിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം. അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, മറ്റുള്ള ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് സമീപത്തായിട്ടായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ആ ഒരു പൊസിഷൻ. പിന്നെ ബ്ലഡ് ബാങ്കിലാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് ദ ട്രാഫിക് കൺജഷൻ. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം, വിത്ത് മിനിമം പബ്ലിക് എൻട്രി. അല്ലെ, പബ്ലിക് എൻട്രി കുറവായിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ലാബ് ടെക്നീഷ്യൻസിന് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ലാതെ അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയുള്ള ലൊക്കേഷനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓർഗാനോഗ്രാം ആണ് കേട്ടോ. എന്താണ് ഓർഗനോഗ്രാം? എന്താണ് ഓർഗാനോഗ്രാം?
കേട്ടിട്ടുണ്ടാവും ചിലവരത്. ഇതാണ് ഓർഗാനോഗ്രാം എന്നുള്ളത് മനസ്സിലായി. എന്താണ് ഓർഗാനോഗ്രാം? ഡയഗ്രാം. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ശ്രുതി പറഞ്ഞിട്ടുണ്ട് ഡയഗ്രാം ആണ്. ഗ്രാഫിക്കൽ ഓർ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് എ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അല്ലെ. നമ്മളൊരു ഓർഗനൈസേഷന്റെ ഘടനയെ പറ്റിയിട്ടുള്ള ഒരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗാനോഗ്രാം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് എന്തിനു വേണമെങ്കിലും നമുക്ക് എന്താ ഡയഗ്രമാറ്റിക് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പോ ശരിക്കും പറഞ്ഞാൽ അതെന്താ കാണിക്കുന്നത്? ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എന്താ പറയുക പൊസിഷൻസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റുകളായിരിക്കാം. അവയ്ക്കിടയിലുള്ളൊരു ശ്രേണിപരമായിട്ടുള്ളൊരു ഘടനയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ളൊരു എന്താ പറയാ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഓർഗാനോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഓർഗാനോഗ്രാം എന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക, ഓർഗാനോഗ്രാം എന്ന് പറയുന്നത് അതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പിനെയാണ് അത് കാണിക്കുന്നത്. ചിലപ്പോ ഒരു ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ആ ഒരു ശ്രേണിപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ചില ജോബ് പൊസിഷനുകൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഹോസ്പിറ്റലിന്റെ മാത്രമല്ല കേട്ടോ, ഏത് സ്ഥാപനത്തിനെ നമുക്ക് അങ്ങനെ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തില് ബ്ലഡ് ബാങ്കിന്റെ ഒരു ഓർഗാനോഗ്രാം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് പൊസിഷനുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ 1-2 പ്രാവശ്യം ഒന്ന് മനസ്സിരുത്തി വാങ്ങിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാര്യം ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാനറിയാമോ? ഒന്നുമില്ലെങ്കിൽ ചിലപ്പോ ഈ ഓർഡറുകൾ പരസ്പരം അങ്ങോട്ട് ഷഫിൾ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചിട്ട് തരും. എന്നിട്ട് നിങ്ങളോട് പറയും കറക്റ്റ് ഓർഗാനോഗ്രാം പിക്ക് ചെയ്യാനായിട്ട് പറയും. അങ്ങനെ തരാം. ഓക്കെ, ആ രീതിയിൽ ക്വസ്റ്റ്യൻ തരാം. മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ഇന്ന ആളുടെ കീഴിൽ ആരാണ് വരുന്നത്, ഇപ്പൊ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കീഴിൽ ആരാണ് വരുന്നത്, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന പൊസിഷൻ ഏതാണ്, അങ്ങനെ ചോദിക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ പൊസിഷൻ എങ്ങനെയാണ് തരത്തിരിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നോക്കൂ, ടെക്നിക്കൽ സൂപ്പർവൈസർ, ഈ ടെക്നിക്കൽ സൂപ്പർവൈസർ ആരുടെ അടുത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ തൊട്ടു മുകളിലുള്ള പൊസിഷനിലുള്ള ആ ഒരു വ്യക്തിയുടെ അടുത്തായിരിക്കും. എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അവർ റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ ആരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും? അപ്പൊ അവരുടെ തൊട്ടു മുകളിലുള്ള പൊസിഷൻ ആരാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനുകളാണ് ഇവിടെ നിന്ന് വരുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ് ക്ലിയർ ആയോ? അതായത് നമ്മളിപ്പോ ഒരു സാധാരണ പറയാം, ഒരു പ്രൈമറി സ്കൂൾ എടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു 1 മുതൽ 4 ക്ലാസ് വരെയുള്ള ഒരു പ്രൈമറി സ്കൂൾ എടുക്കാം. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. ആ ഒരു സ്കൂളിനകത്ത് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ആരാണ്? ഹെഡ് മിസ്ട്രസ് ആയിരിക്കും. ഹെഡ് മിസ്ട്രസ് ഓർ ഹെഡ് മാസ്റ്റർ ആയിരിക്കും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുക. അദ്ദേഹത്തിന്റെ കീഴിലല്ലേ ടീച്ചേഴ്സ് വരുന്നത്. ടീച്ചേഴ്സിന്റെ കീഴിലായിരിക്കും ആര് വരുന്നത്? സ്റ്റുഡൻസ് വരുന്നത് അല്ലെ. അപ്പൊ സ്റ്റുഡൻസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അവർ ആരോടായിരിക്കും റിപ്പോർട്ട് ചെയ്യുക? അവരുടെ തൊട്ട് മുകളിലുള്ള ആൾക്കാരുടെ അടുത്ത്. ആരുടെ അടുത്തായിരിക്കും? ടീച്ചേഴ്സിന്റെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുക. ടീച്ചേഴ്സിന് ഒരു ഇഷ്യൂ വന്നാൽ അവർ ആരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുക? ഹെഡ് മാസ്റ്ററിന്റെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുക. എന്നുള്ള രീതിയിൽ ഇവിടെ നിന്നും അത് ചോദ്യമുണ്ട്. 3 ടൈപ്പായിട്ട് 3 രീതിയിലാണ് ഇവിടുത്തെ ചോദ്യങ്ങൾ. അല്ലെങ്കിൽ ഫുള്ള് തന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറ്റിയിട്ട് ചോദിക്കും, കറക്റ്റ് പൊസിഷൻ നോക്കാൻ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതാണ് അത്രയേ ഉള്ളൂ. അപ്പൊ നോക്കുക കേട്ടോ, ഓർഗാനോഗ്രാമിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷൻ കേട്ടോ. ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ആരാണ് നോക്കിയേ? മെഡിക്കൽ ഡയറക്ടർ ആണ് കേട്ടോ. ആരാണ്? മെഡിക്കൽ ഡയറക്ടർ. ഏറ്റവും ടോപ്പിൽ ആരാണ് ഇരിക്കുന്നത്? മെഡിക്കൽ ഡയറക്ടർ. ഇനി അദ്ദേഹത്തിന്റെ കീഴിൽ കേട്ടോ, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ വരുന്നത് എന്താണ്? HOD ആണ്. ആരാണ്? HOD. HOD ആരാണ്? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മൾ കോളേജിൽ പറയില്ലേ HOD വരുന്നുണ്ട് പറയില്ലേ? ആരാണത്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ബ്ലഡ് ബാങ്ക് ആണ്. ഹെഡ് ഓഫ് ദ ബ്ലഡ് ബാങ്ക് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അതാണ് ഇവിടുത്തെ HOD. ഇനി അദ്ദേഹത്തിന്റെ കീഴിൽ ആരാണ് വരുന്നത് നോക്കിയേ? HODയുടെ കീഴിൽ ആരാണ് വരുന്നത്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ആരാണ്? ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അഥവാ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ്, അതിന് മേൽനോട്ടം വഹിക്കുന്ന അതിന്റെ കാര്യങ്ങൾ, ട്രാൻസ്ഫ്യൂഷന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ചീഫ് ഉണ്ടായിരിക്കും. അദ്ദേഹമാണ് ആരുടെ കീഴിൽ വരുന്നത്? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നത്. ഇതുകൂടെ പറയാണ്, മനസ്സിലാവുക. ഏറ്റവും ടോപ്പിൽ വരുന്നത് മെഡിക്കൽ ഡയറക്ടർ ആണ്. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ വരുന്നത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ആരാണ് വരുന്നത്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ക്ലിയർ ആണോ? അവിടെ വരെയുള്ളത് ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിക്കാം കേട്ടോ. ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് 3 പേരാണ് വരുന്നത്. എത്ര പേരാ വരുന്നത്? 3 പേരാണ് വരുന്നത്. ഈ ആരോ നിങ്ങൾ നോക്കി, ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കീഴില് 3 പേര് വരുന്നുണ്ട്.
ആരൊക്കെയാണ് ആ 3 പേര് വരുന്നത്? ഫസ്റ്റത്തെ ആളാരാണ്? BTO. ആരാണ്? BTO. ആരാണ് BTO? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. ആരാണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. അപ്പൊ അതിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, എക്സ്പാൻഡ് BTO. BTOന്റെ എക്സ്പാൻഷൻ ഫോം എഴുതാൻ പറയാം. അപ്പൊ നിങ്ങൾ എവിടെന്നാന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാനിന്ന് വന്ന ചോദ്യമാണത് അല്ലെ? എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. ഓക്കെ. ഇനി അടുത്ത ആളാരാണ് വരുന്നത്? ക്വാളിറ്റി മാനേജർ. ആരാണ് വരുന്നത്? ക്വാളിറ്റി മാനേജർ. പിന്നെ വരുന്ന ആളാരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ആരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് കീഴില് 3 പേരാണ് വരുന്നത്. ആരൊക്കെയാണ്? ഒന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, മറ്റൊന്ന് ക്വാളിറ്റി മാനേജർ, മറ്റൊരാൾ ആരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ഓക്കെ. ദെൻ ക്വാളിറ്റി മാനേജറുടെ കീഴിൽ ആരും വരുന്നില്ല, അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ BTOന്റെ കീഴിൽ ആരാണ് വരുന്നത്? ടെക്നീഷ്യൻ ആണ് വരുന്നത്. ആരാണ്? ടെക്നീഷ്യൻ. ടെക്നീഷ്യന്റെ കീഴിൽ ആരാണ് വരുന്നത്? അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത ആള് ടെക്നിക്കൽ സൂപ്പർവൈസർ ഉണ്ട് അല്ലെ? അദ്ദേഹത്തിന്റെ കീഴിൽ ആരാണ് വരുന്നത്? ക്ലർക്ക് വരുന്നുണ്ട്, നഴ്സസ് വരുന്നുണ്ട്, PRO വരുന്നുണ്ട്. ആരൊക്കെ വരുന്നുണ്ട്? ക്ലർക്ക് വരുന്നുണ്ട്, നഴ്സസ് വരുന്നുണ്ട്, PRO വരുന്നുണ്ട്. ആരാണ് PRO എന്ന് പറഞ്ഞാല്? പബ്ലിക് റിലേഷൻ ഓഫീസർ. ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, പബ്ലിക് റിലേഷൻ ഓഫീസർ. ഇനി വേറൊരു PRO കൂടി ഉണ്ട് കേട്ടോ, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. അതും ശരിയാണ് കേട്ടോ. ഒന്ന് പബ്ലിക് റിലേഷൻ, ഇവിടെ പറയുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് കേട്ടോ. കണ്ടിട്ടില്ലേ? PRO ഹോസ്പിറ്റലിൽ പോകുമ്പോ പബ്ലിക് റിലേഷൻ ഓഫീസർ. അപ്പൊ നമ്മുടെ ഓർഗാനോഗ്രാം നിങ്ങൾ ഇനി ഈ പിക്ചർ നോക്കണ്ട, നിങ്ങൾ മനസ്സിലൊന്ന് എന്താ റീകളക്ട് ചെയ്യാനായിട്ടൊന്ന് നോക്കുക. ഏറ്റവും ടോപ്പിൽ ആരാ വരുന്നത്? മെഡിക്കൽ ഡയറക്ടർ ആണല്ലോ. അദ്ദേഹത്തിന്റെ കീഴിൽ ആരാണ് വരുന്നത്? HOD, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തിന്റെ കീഴിൽ ആരാണ് നമ്മൾ പറഞ്ഞത്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, അവിടെ വരെ ക്ലിയർ ആണല്ലോ. ഇനി ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കീഴിൽ 3 പേര് വരുന്നുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് BTO, 2 ക്വാളിറ്റി മാനേജർ, 3 ടെക്നിക്കൽ സൂപ്പർവൈസർ. ഇനി ക്വാളിറ്റി മാനേജറിന്റെ കീഴിൽ ആരും വരുന്നില്ല, അതവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പൊ അത് നോക്കണ്ട. ഇനി അടുത്തത് നമ്മുടെ BTOന്റെ കീഴിൽ ആരാ വരുന്നത്? ടെക്നീഷ്യൻ. ടെക്നീഷ്യന്റെ കീഴിൽ ആരാണ് വരുന്നത്? അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസർ അല്ലെ? അദ്ദേഹത്തിന്റെ കീഴിൽ ആരൊക്കെ വരുന്നത്? ക്ലർക്ക് വരുന്നുണ്ട്, നഴ്സസ് വരുന്നുണ്ട്, പബ്ലിക് റിലേഷൻ ഓഫീസറും വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ എങ്ങനെയൊക്കെ ചോദിക്കാം? പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തരും, ചോദിക്കാം. ഓക്കെ, പിന്നെ BTOന്റെ ഫുൾ ഫോം നിങ്ങളോട് ചോദിക്കാം, HODയുടെ ഫുൾ ഫോം വേണമെങ്കിൽ ചോദിക്കാം. ഇനി നിങ്ങളോട് പറയാണ്, ക്വാളിറ്റി മാനേജർ ആരുടെ അടുത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ക്വാളിറ്റി മാനേജർ ആരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവുക? അദ്ദേഹത്തിന്റെ തൊട്ട് മുകളിലുള്ള ആളുടെ അടുത്ത്. അദ്ദേഹത്തിന്റെ തൊട്ട് മുകളിൽ ആരൊക്കെ എടുക്കുന്നത്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇനി ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുക? അദ്ദേഹത്തിന്റെ തൊട്ട് മുകളിലുള്ള ആള് ആരാണ്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. തിരിച്ചു മറിച്ചൊക്കെ അതിന്റെ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പൊ അതൊന്ന് കരുതിയിരിക്കാം, അതുപോലെ പഠിക്കാം കേട്ടോ. ഇത്രയും ഓർഗാനിക്. ക്ലിയർ ആണല്ലോ. അടുത്തത് നെക്സ്റ്റ് ഭാഗത്തോട്ട് നമ്മൾ പോവാണ്. വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. ഇനി വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. ഇനി ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ഇനി അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ബ്ലഡ് ബാങ്കിൽ എന്ത് ധാരാളം ടെസ്റ്റുകൾ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്തൊക്കെ ടെസ്റ്റുകളാണ് അവിടെ നടക്കുന്നത്? കുറച്ച് മാത്രമേ എളുപ്പമാണ്, കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം. In certain set of preliminary tests are done in the lab once the blood is donated, but not restricted to the following. അതായത് ഈ പറയുന്ന ബ്ലഡ് ബാങ്കിനകത്തോട്ട് ബ്ലഡ് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന പോലെ കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. നമുക്ക് പ്രിലിമിനറി ടെസ്റ്റുകൾ മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. കുറച്ച് പ്രാഥമികമായിട്ടുള്ള കുറച്ച് പരിശോധനകൾ അവിടെ നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞ താഴെ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല, ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ കേട്ടോ. അതിലൊന്നാമത്തെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ടൈപ്പിംഗ് ആണ്. ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് കേട്ടോ. ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ABO ഗ്രൂപ്പ് ബ്രാക്കറ്റിൽ പറയുന്നത് ബ്ലഡ് ടൈപ്പ് അല്ലെ? ആദ്യം നമ്മൾ ബ്ലഡ് വന്ന ഫസ്റ്റ് എന്താ ചെയ്യുക? ടൈപ്പ് നോക്കും അല്ലെ? ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. ആ ഒരു ബ്ലഡ് ഏത് ഗ്രൂപ്പിൽ പെട്ടതാണ് അല്ലെ? അതല്ലേ നമുക്ക് അറിയേണ്ടത് ഫസ്റ്റ്. ഏത് ഗ്രൂപ്പിൽ, അത് തന്നെ കറക്റ്റ് ഏത് ഗ്രൂപ്പാണ് ടെസ്റ്റ് ചെയ്യും. അപ്പൊ പൊതുവെ നമ്മൾ പറയുന്നത് നമ്മുടെ ഹ്യൂമൻസിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയാ കേട്ടോ. ഗ്രൂപ്പ് ടെസ്റ്റ് ആണ് എല്ലാത്തിനും. അതായത് ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പൊതുവെ പറയാം. എത്ര ഗ്രൂപ്പ് ഉണ്ട്? നമുക്ക് 4 ഗ്രൂപ്പുകളാണുള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? A ഉണ്ട്, A, B,
ABO. അങ്ങനെ 4 ഗ്രൂപ്പുകളാണ് കേട്ടോ. ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ABO എന്ന് പറയുമ്പോൾ എയും ബിയും ഓയും മാത്രമാണെന്ന് ചിന്തിക്കരുത് കേട്ടോ. 4 എണ്ണം ഉണ്ട്. A, അതുപോലെ തന്നെ B, AB, O. അങ്ങനെ 4 ഗ്രൂപ്പുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതാണ് ആദ്യത്തെ ടെസ്റ്റ് മെത്തേഡ്. അപ്പൊ അതിനെ പറ്റി പറയുകയാണെങ്കിൽ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഞാൻ A പോസിറ്റീവ് പെട്ട ആളാണ്. ഈ പോസിറ്റീവ് ഓർ നെഗറ്റീവ് അത് അവിടെ ഇരിക്കട്ടെ. A ഗ്രൂപ്പ് ആണ്, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണ്. എങ്ങനെയാണ് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായത്? എങ്ങനെ എനിക്കത് മനസ്സിലായത്? അതായത് എന്റെ ബ്ലഡ് ടെസ്റ്റിന് വിധേയമാണ്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവിടെ ആന്റിജൻ എയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. ഓക്കെ, അത് തന്നെ ആന്റിജൻ ആണ് അവിടെ നോക്കുന്നത് കേട്ടോ. അപ്പൊ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ അതിൽ ആന്റിജൻ എയുടെ സാന്നിധ്യമാണ് കണ്ടെത്താൻ പറ്റിയത്. അപ്പൊ അതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്തു? എന്റെ ബ്ലഡ് A ഗ്രൂപ്പിൽ പെട്ടതാണ്. ഇനി വേറൊരാളുടെ ബ്ലഡ് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. അയാൾ അത് ടെസ്റ്റ് ചെയ്തപ്പോ അതിനകത്ത് ആന്റിജൻ ബിയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അപ്പൊ അത് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ്? B ഗ്രൂപ്പാണ്. പിന്നെ വേറൊരു ബ്ലഡ് ബിഫോർ ടെസ്റ്റിന് വിധേയമാക്കിയപ്പോ അതിൽ ആന്റിജൻ എയുടെയും ബിയുടെയും സാന്നിധ്യം കണ്ടെത്താനായിട്ട് സാധിച്ചു. അപ്പൊ അത് ഏത് ബ്ലഡ് ഗ്രൂപ്പാണെന്ന് കൺക്ലൂഡ് ചെയ്തു? AB ഗ്രൂപ്പാണ്. ഇനി വേറൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ അതിനകത്ത് ഒരു ആന്റിജനും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഒരു ആന്റിജനും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അത് ഏത് ഗ്രൂപ്പാണ്? O ഗ്രൂപ്പാണ്. അപ്പൊ അതിൽ നിന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. അതായത് ബ്ലഡ് ഗ്രൂപ്പ് വിത്തൗട്ട് ആന്റിജൻസ് അല്ലെ, ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് ചോദിച്ചാൽ അത് ഏതാണ്? അത് O ഗ്രൂപ്പാണ്. ഏതാണ്? O ഗ്രൂപ്പാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ ഒരു ആന്റിജന്റെയും സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കാത്തത് ഇതാണ് O ഗ്രൂപ്പാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്? A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് A എന്ന ആന്റിജനും B ബ്ലഡ് ഗ്രൂപ്പിനകത്ത് B ആന്റിജനും AB ബ്ലഡ് ഗ്രൂപ്പിനകത്ത് Aയും Bയും എന്ന ആന്റിജനും O ഗ്രൂപ്പിനകത്ത് എന്തുണ്ടായിരിക്കില്ല? ആന്റിജൻസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ക്ലിയർ ആണല്ലോ. അപ്പൊ ആദ്യം നടത്തുന്ന ടെസ്റ്റ് എന്താണ്? ഗ്രൂപ്പ് ടെസ്റ്റ് കേട്ടോ. ഇനി രണ്ടാമത്തത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഓക്കെ ആണല്ലോ. രണ്ടാമത്തേത് എന്താണ്? RH ടൈപ്പിംഗ് ആണ്. എന്താണ്? RH ടൈപ്പിംഗ്. ബ്രാക്കറ്റിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആന്റിജൻ. അതായത് നമ്മളിപ്പോ നേരത്തെ ഗ്രൂപ്പ് കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം A തന്നെ A പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, B പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ അഥവാ നെഗറ്റീവ് ആണോ എന്ന് നിശ്ചയിക്കുന്ന ഒരു ഫാക്ടർ ആണിത് RH ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഫാക്ടറാണ് RH ഫാക്ടർ. പഠിച്ചു അറിയണം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും പറയാണ്. ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിശ്ചയിക്കുന്ന ആ ഒരു ഫാക്ടറാണ് RH ഫാക്ടർ എന്ന് പറഞ്ഞാല് RH ഉണ്ടെങ്കിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഇനി RH ഫാക്ടർ ഇല്ല എങ്കിൽ ആബ്സെന്റ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. તમને മനസ്സിലായോ? അപ്പൊ RH ഫാക്ടർ ആണ് ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. RH ഫാക്ടർ ഉണ്ടെങ്കിൽ പ്രസന്റ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. RH ഫാക്ടർ ഇല്ല എങ്കിൽ ആബ്സെന്റ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ പണ്ട് ഈ റീസസ് എന്ന് പറയുന്നത്, റീസസ് എന്നതിന്റെ ചുരുക്കരൂപമാണ് കേട്ടോ. RH എന്ന് പറഞ്ഞാല് റീസസ് എന്നാണ് കേട്ടോ. RHESUS എന്ന് പറഞ്ഞ് റീസസ് എന്നുള്ള വാക്കിനെ ഷോർട്ട് ചെയ്തിട്ടാണ് RH എന്ന് പറയുന്നത്. പണ്ട് ഈ റീസസ് കുരങ്ങുകളുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ റീസസ് കുരങ്ങുകളിലാണ് ഈ പരീക്ഷണം ആദ്യമായിട്ട് നടത്തിയത്. അപ്പൊ അതിനോടുള്ളൊരു എന്താ പറയാ ഒരു ബഹുമാനാർത്ഥമാണ് അതിന് RH ഫാക്ടർ എന്നുള്ള ആ ഒരു പേര് കൊടുത്തത്. അതുകൊണ്ടാണ് റീസസ് കുരങ്ങുകളിലാണ് പരീക്ഷണം നടത്തിയത്. അതുകൊണ്ടാണ് ഇതിന് റീസസ് ഫാക്ടർ അഥവാ RH ഫാക്ടർ എന്ന് ചുരുക്കി നമ്മൾ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? നിങ്ങളോട് ചോദിക്കാം കേട്ടോ. ഏത് ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് RH ഫാക്ടർ ആണ്. RH ഫാക്ടർ ഉണ്ടെങ്കിൽ പോസിറ്റീവും ഇല്ല എങ്കിൽ അത് നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി സമയം കഴിഞ്ഞു. ഇതുവരെ തീർക്കാന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പം ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് പഠിച്ചു, ലൊക്കേഷൻ പഠിച്ചു, പിന്നെ ഓർഗനോഗ്രാം പഠിച്ചു. അതുപോലെ തന്നെ എന്തൊക്കെ ടെസ്റ്റുകളാണ്, 2 ടെസ്റ്റേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതൊക്കെ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. മൺഡേ വരുമ്പോ ഓക്കെ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് അൻസു? RH എന്ന് പറഞ്ഞാല് റീസസ് ആണ് കേട്ടോ. റീസസിന്റെ ചുരുക്ക രൂപമാണ് RH എന്ന് പറഞ്ഞാല് ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ? നമ്മൾ A പറയുമ്പോൾ A പോസിറ്റീവ് ഉണ്ട്, A നെഗറ്റീവ് ഉണ്ട്, B
ബി പോസിറ്റീവ് ബി നെഗറ്റീവ് ലോ പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ഇല്ലേ, ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടറാണ് RH ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. RH ഫാക്ടർ റീസസ് എന്നുള്ളതിന്റെ ചുരുക്കരൂപമാണ്. പണ്ട് റീസസ് കുരങ്ങുകളിൽ ആ പരീക്ഷണം നടത്തിയിട്ടാണ് ഈ ഫാക്ടറിനെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് RH ഫാക്ടർ, റീസസ് എന്നതിന് ചുരുക്കി RH ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. മൺഡേ കാണാം, വായിക്കാം കേട്ടോ. ശരി, താങ്ക് യു.